പടം, അടിപൊളി. യെസ്, സൂപ്പർ. നല്ല എന്റർടൈനർ, നല്ലുണ്ട്. നല്ല പടം, നല്ല എൻജോയ് ചെയ്യാം. ആട് 3 എന്ന് പറഞ്ഞ് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അതേപോലെ തന്നെ. കോമഡികളൊക്കെ ഒരുപാട് രസമുള്ള കോമഡി ഉണ്ട്, 2 പീരീഡിലും ഉണ്ട്. നൈസാണ്. ഷാജി പാപ്പനും പിള്ളേരും ഡബിൾ സ്ട്രോങ് തന്നെയാണ്, അതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ആ ലെവൽ കോമഡി ഉണ്ട്. പല കാലഘട്ടത്തിലും ഈ ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അതും രസമുണ്ട്. പിന്നെ അതിൽ തന്നെ ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം ധർമ്മൻ ചേട്ടൻ്റെ കാലഘട്ടം പഴയ രീതിയിൽ കാണിച്ചത് കുറച്ചും കൂടി വയസ്സായിട്ടാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിലേക്ക് മൊത്തം നട്ടുമ്പോൾട്ടൊക്കെ പോയ രീതിയിലാണ് ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ എഴുതിയ രീതി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് ധർമ്മൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ചിരിച്ചത്. കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മണ്ടൻ അങ്ങനത്തെ ഒരു രീതിയിൽ ഫീൽ ചെയ്തു. ഇഷ്ടപ്പെട്ടു, പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വന്ന് കാണണം. നല്ല സിനിമ, നല്ല ഫൈറ്റ് സീൻ ഉണ്ട്, നല്ല കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ടൈം ട്രാവൽ ആദ്യം കൊള്ളില്ലെന്നാണ് വിചാരിച്ചു, പക്ഷേ നൈസായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഡ്യൂഡും ഞാൻ കൊള്ളായിരുന്നു, പക്ഷെ പാപ്പൻ തൂക്കി. നല്ലായിരുന്നു. പാപ്പൻ്റെ ഡയലോഗും ഫൈറ്റും എല്ലാം നൈസായിരുന്നു. നല്ല കോമഡി ഉണ്ടായിരുന്നു. അബു നൈസായിരുന്നു, ക്ലീറ്റസ് കൊള്ളായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. അടിപൊളി പടം. ഷാജി പാപ്പനും ഡ്യൂഡും പടം തൂക്കി. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടൈം ട്രാവൽ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ അവസാനം വരെ ഫുൾ ഇരുന്ന് കാണാം. നല്ല പടം, കോമഡി എല്ലാം നല്ലത്. പടം ഷാജി ബാബൻ തൂക്കി, എല്ലാ സീനായിരുന്നു. ആട് 1 ഉം 2 കണ്ടിട്ട് എല്ലാവരും പോയാൽ മതി. നല്ല കോമഡിയാണ്, ടൈം ലൈൻ ബേസ്ഡ് ആണ്, എല്ലാവരും കാണണം. പടം മാക്സ് ഹിറ്റ് ആക്കണം. പാർട്ട് 4 വെയിറ്റിംഗ്. ചേട്ടാ സിനിമ അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെ സിനിമ? നല്ല മൂവി. സിനിമ കഴിഞ്ഞപ്പോ വിഷമ, അയ്യോ കഴിഞ്ഞ പോയ സിനിമ ഒരു ഇതായി പോയി. ഭയങ്കര കയോട്ടിക് ആയിട്ട് എന്തായിരുന്നു. അടിപൊളി, സൂപ്പർ. അടിപൊളി സിനിമ, സൂപ്പർ പടം. എല്ലാ ഇന്ദ്രൻസ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഒരുപാട് ആക്ടർമാരുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂപ്പർ പടം. പടം അടിപൊളിയാണ്. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു പാപ്പന്റെ എന്താണ് അടുത്തതെന്ന് കാണാനായിട്ട്. അപ്പൊ പാപ്പന്റെ ടീമും തമ്മിലുള്ള ആ ഒരു ഓറ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ഭയങ്കര രസമുണ്ട്. 2 ടൈം ലൈനിലുള്ള പാപ്പനെയും പിള്ളേരെ കണ്ടപ്പോഴും അതെല്ലാം ഭയങ്കര രസമുണ്ട്. ഫുൾ ഓൺ ഫുൾ കളറാണ്. ഞാനിപ്പോഴും പാർട്ട് 2 ഫാൻ തന്നെയാണ്. പാർട്ട് 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അന്ന് ഞാൻ കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു. പിന്നെ ഉണ്ടായപ്പോഴത്തേക്കിന് അത് തിയേറ്ററിൽ എൻജോയ് ചെയ്തു. ആ ഒരു ഓറ ഇതിന് കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ അടിപൊളിയാണ്, കളറാണ്. 3 ഈ പറഞ്ഞ പോലെ ലൂപ്പ് തന്നെയാണ്. അതായത് പല ടൈം ലൈൻ കാണിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊമോഷൻ ടൈമിൽ. ആ ടൈം ലൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആ ടൈം ലൈൻ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നറിയാനായിട്ട് ഭയങ്കര ഒരു വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ആ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഗംഭീരമായിട്ട് തോന്നി. അതെ അല്ല, അത് പ്രോപ്പറായിട്ട് തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. ടൈം കണക്ട് ചെയ്തിരിക്കുന്ന രീതി അത് സ്ക്രിപ്റ്റിങ്ങിൽ നന്നായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ അടുത്ത പാർട്ട് കാണാനുള്ളൊരു ഹിന്റ് ഭയങ്കരമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും എന്തായിരിക്കും ഇനി അടുത്ത പാർട്ട് എന്ന് അറിയാനായിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നറിയില്ല. പക്ഷെ അത് വരുന്നത് വരെ വെയിറ്റിംഗ് ആയിരിക്കും. എക്സ്പെക്ട് ചെയ്തതിൻ്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. അപ്പോൾ അത് പുതിയതാണെങ്കിലും ഒരു ടൈം ട്രാവൽ എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഇത്തിരി നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും വർക്ക് ആവുക. പക്ഷെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കുറെ ചിരിക്കാനുണ്ട്. നല്ല സിനിമയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആപ്റ്റ് ആവാണ്ട് അല്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു സീരിയസ്നെസ് ഹ്യൂമർ എന്നാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം ട്രാവൽ ആണെങ്കിലും പുതിയൊരു ടൈം പീരീഡ് ആണെങ്കിലും ഹ്യൂമർ നല്ലോണം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒട്ടും സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നല്ലോണം ഉണ്ട്. അത് ആ ഒരു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അപ്പൊ തന്നെ തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും അയ്യോ ഇനി വെയിറ്റ് ചെയ്യാണ്. ആ ഒരു ഇത് നല്ലോണം ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും നല്ലൊരു മിക്സാണ്. ഫാന്റസി എല്ലാം ഉണ്ട്. ഫാന്റസി ടൈം ട്രാവൽ ഒരു ഫാന്റസി ആണ്. നല്ല പടമായിരുന്നു. കുറേ ചിരിക്കാനുണ്ട്.
പിന്നെ ആദ്യത്തെ 2 പാർട്ടിന് ശേഷം ടോട്ടലി ഡിഫറെൻ്റ് ഒരു ടെറൈൻ കൊണ്ടുവന്നിട്ടുള്ള പടമാണ്, വിച്ച് ഇസ് അമേസിങ് ആക്ച്വലി. വെരി ഇൻട്രസ്റ്റിംഗ്, എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ ഇപ്പോൾ ലാസ്റ്റ് കൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക സർപ്രൈസിങ് എലമെൻറ്റിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദ 4th പാർട്ട്. താങ്ക് യു. ഐ ആക്ച്വലി ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസിനെ ഒരു കോമഡിയിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിറ്റ് ചാലഞ്ചിങ് ആൻഡ് ഐ തിങ്ക് ദേ ഹാവ് ഡൺ എ വെരി നൈസ് ജോബ്. താങ്ക് യു. നല്ല സിനിമയായിരുന്നു, സൂപ്പർ. ഒരുപാട് ചിരിക്കാനുണ്ട് സിനിമയിൽ, ഒരുപാട് ചിരിക്കാനുണ്ട്. അടിപൊളി അടിപൊളി. ഓഡിയൻസ് ആണല്ലോ പറയേണ്ടത്. പടം നല്ലതാണോ, നമ്മൾ അഭിനയിച്ച ആൾക്കാരല്ലേ, പ്രേക്ഷകർ പറയട്ടെ. ആ പിന്നെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ സുഖം വേറെ ആദ്യത്തെ ഷോ അല്ലേ. അഭിപ്രായങ്ങള് വരട്ടെ. ഒരു മണിക്കൂറോളം പടം കട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ഷൂട്ട് ചെയ്തിട്ട് കുറെ കട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്, ഒരു ടൈം ട്രാവലർ മൂവിയാണല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. അത് എങ്ങനെ വരും എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. കേട്ടില്ല. ആൾക്കാര് ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഒന്നും എല്ലാം ഇതിനോട് ചോദിക്കേണ്ടി വരും. എല്ലാം ഇതിന്റെ കയ്യിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം കാണാം. എനിക്കൊരു ജഡ്ജ്മെന്റ് കിട്ടാണ്ട് നിൽക്കുകയാണ്. ജഡ്ജ്മെന്റ് കിട്ടാതെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളത്. കാരണം പടം പരിപാടി നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ജഡ്ജ്മെന്റ് കിട്ടാണ്ട് കിളി പോയിട്ട് നിൽക്കുകയാണ്. ഒരു സിനിമ എടുക്കുന്നതിനേക്കാൾ ഒരുപാട് നാൾ സമയം എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പുറം അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു ഭാഗം കൂടി നമുക്കാകാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ നമ്മൾ ആട് 1ഉം 2ഉം ഒക്കെ കണ്ട ആളുകളാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അത് നമുക്കെല്ലാം ഒരുപോലെ അല്ലേ. എനിക്ക് കാരണം അത് ഒന്നിനൊന്നിനും മെച്ചമായിട്ട് ഇവർ മത്സരിച്ച് പോർഷൻ തിരിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണിത്. ഷാജി പാപ്പൻ്റെ ഒരു പോർഷൻ, ഡൂഡിൻ്റെ ഒരു പോർഷൻ, അല്ല സർബത്ത് ഷമീർ സാറിൻ്റെ ഒരു പോർഷൻ. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതങ്ങനെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വർക്കൗട്ടായിട്ടുണ്ട്. അത് നമ്മളിപ്പം ഫസ്റ്റ് 1 വന്നു, അത് കഴിഞ്ഞ് 2 അതിലും ബെറ്ററായി, 3 ഇതേപ്പം നമ്മൾ ഈ 1ഉം 2ഉം കണ്ടതിൻ്റെ അപ്പുറത്തുള്ള മേക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും രസകരമായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പെരുന്നാൾ ഈ സമയമൊക്കെ നടക്കുകയല്ലേ, ഏറ്റവും സന്തോഷിക്കാവുന്ന ഫാമിലിയായിട്ട് വന്ന് കണ്ട് സന്തോഷിച്ച് പോകുന്നൊരു സിനിമയാണ് ആട് 3. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം.